ജിത്തുഭായ്, നമ്മുടെ ആക്ട്രസ് വിൻസി കഴിഞ്ഞ ദിവസം ഒരു നടനിൽ നിന്നുണ്ടായ വളരെ മോശമായ അനുഭവത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഹരിയുടെ ഉപയോഗം കൂടി സിനിമാ സെറ്റിൽ വന്ന് അവരോട് മോശമായിട്ട് പെരുമാറി, സിനിമാ സെറ്റിലെ ബിഹേവിയർ മൊത്തത്തിൽ വളരെ മോശമായിരുന്നു. അത് ഏത് നടനാന്ന് പറയാത്തതിന്റെ പേരിൽ ഇന്ന നടനാണോ ഈ നടനാണോ ഈ നടനാണോ എന്നുള്ള ചോദിച്ചിട്ട് ഷൈൻ ടോം ചാക്കോന്റെ പേരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ അത് ഷൈൻ ടോം ചാക്കോ ആണ് എന്നുള്ളതാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. അവര് കൊടുത്ത കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ പേരാണുള്ളത് എന്നും പറയുന്നുണ്ട്. ആൻഡ് അവരത് പോലീസിന് കേസ് കൈമാറിയിട്ടുണ്ടോ, ആ കേസ് എക്സൈസ് ഏറ്റെടുത്തിട്ടുണ്ടോ, അതൊന്നും നമുക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. അവരതണിയും സിനിമാ ചേംബറിനും പിന്നെ AMMA സ്വയം കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട് പറയുന്നുണ്ട്. കാരണം അവരുടെ മെമ്പർ ആയിട്ടുള്ള വ്യക്തിയാണല്ലോ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത്. വിൻസി അല്ലല്ല, വിൻസി മെമ്പറല്ല. അപ്പൊ എന്താണെങ്കിലും അന്ന് വിൻസി ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പെർട്ടിക്കുലർ വീഡിയോന്റെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു. അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു: എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാനിനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് KC YM എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ പ്രവർത്തനാർഷ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കൂടിയാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം പറയാണ്. ചിലപ്പം ഈ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സിനിമയൊന്നും കിട്ടിയില്ല എന്ന് വരുമായിരിക്കും. എങ്കിലും ഞാൻ പറയാണ്, ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ, എനിക്ക് എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരായിട്ട് ഞാനൊരു സിനിമ ഇനി ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം പുറത്തു വന്നതിന് ശേഷം കോമന്റ് ബോക്സ് മൊത്തം നീ വലിയ നടിയാണോ, നീ സൂപ്പർ സ്റ്റാർ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഇതിന്റെ കോമന്റ് ബോക്സ് മൊത്തം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നീ സിനിമയിൽ നിന്ന് പുറത്താണെന്ന് നിനക്ക് തന്നെ അറിയാം, നിനക്ക് സിനിമ കിട്ടുന്നില്ല എന്ന് നിനക്കറിയാം. സ്വയം സിനിമ കിട്ടാതെ ആൾക്കാരെ മുന്നിലേക്ക് കാണിക്കാനുള്ള ഒരു ലഹരിക്കാരാണ് സിനിമക്കാരെന്നുള്ളത് കൊണ്ട് നീ മാറി നിൽക്കുന്നു സ്വയം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ച് വിൻസിയെ ബ്ലെയിം ചെയ്തിട്ട് കുറെ ആളുകൾ കമന്റ് ബോക്സിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷേ കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടും വിൻസിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വിൻസി ലൈക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ, അതായത് ഇതിന് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഉണ്ട്. വെറുതെ വന്ന് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറഞ്ഞ് അതിനകത്ത് നിന്നിട്ട് എനിക്കൊരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് പോയതല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഇത് കുറച്ച് റീസെൻ്റ് ആയിട്ട് കുറേ പേര് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ, പല മീഡിയാസിലും അത് ആ ഒരു പറഞ്ഞതിനെ വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ ഐ ഫെൽറ്റ് ഐ ഷുഡ് ക്ലിയർ ഫ്യൂ തിങ്സ്. ഈ പോസ്റ്റുകളുടെയൊക്കെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോഴാണ് പലതരത്തിലുള്ള പേഴ്സ്പെക്റ്റീവാണ് ആളുകൾക്ക് ഈ ഒരു പ്രസ്താവനയോട് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായത്. വ്യക്തമായി അതിൻ്റെ കാരണം പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിൻസി രണ്ട് ഇൻസിഡന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന്, ഈ ഡ്രസ്സ് മാറിക്കിടന്ന സമയത്ത്, അതിപ്പോൾ ഏതൊരു ലേഡിക്കാണെന്നുണ്ടെങ്കിലും അവരുടെ ഡ്രസ്സ് മാറിക്കിടക്കുമ്പോൾ അവരത് ക്ലിയർ ചെയ്യാൻ പോകുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്തിരാന്ന് പറയുമ്പോൾ തമാശയാണ് എന്ന് ആളുകളിൽ പറയാം. ചിലപ്പോൾ അങ്ങനെ പറയാം, ഞാൻ തമാശയ്ക്ക് ആ കുട്ടിയോട് പറഞ്ഞാന്നൊക്കെ പറയാം. അല്ല, അത് സിറ്റുവേഷനും ആളൊക്കെ നോക്കിയിട്ടല്ലേ തമാശകൾ പറയാം. ഇഷ്ടപ്പെടാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷനിലും അത് പറയുന്നത് അത്രത്തോളം നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
അല്ല നമ്മൾ ചിലപ്പോൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ തമാശക്ക് അങ്ങനെ പറഞ്ഞു വരും. അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാവുണ്ടാവില്ല, വെറുതെ പറഞ്ഞു വരും. പക്ഷെ ആ തമാശയിൽ പറയുന്ന ആ ഒരു സാധനം അത് തമാശ തന്നെ ആയിരിക്കണം. അതിനകത്തൊരു വൾഗാരിറ്റി കൊണ്ട് വെക്കാൻ പാടില്ല. എന്താണ് തമാശ പറയണെന്നുള്ളതും കൂടെ പറയണ ഒരു ബോധം ഉണ്ടാവണം. ഒരു വൾഗർ ചോഴ അതിന് വന്നു കഴിഞ്ഞാൽ അത് വേറെ സ്കീമിലേക്ക് കാര്യങ്ങൾ പോകും. അത് എന്താണെങ്കിലും വിൻസിക്ക് ഡെഫിനറ്റ്ലി അതൊരു വൾഗർ സാധനമായിട്ടാണ് കിട്ടിയത്. തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് തന്നെയാണ് അവരത് എടുത്തു വെച്ച് അവർക്ക് ആ ഉണ്ടായ ഇൻസിഡന്റ് അവർക്ക് മനസ്സിനകത്ത് നിൽക്കുന്നതും അവർ കൃത്യമായിട്ട് ഇപ്പോൾ അത് ആ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഷൈൻ ടോം ചാക്കോനോട് 1-2 പ്രസ് മീറ്റിൽ ഇതേപോലെ മറ്റേ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പണ്ടും ഇപ്പോഴും ഒക്കെ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ ഒരു മറയില്ല സിനിമയിൽ. പണ്ടത് തുണി ഇങ്ങനെ പിടിച്ചിട്ട് ബെഡ്ഷീറ്റ് പിടിച്ചിട്ട് അതിനിടയിലാണെങ്കിൽ ഇപ്പൊ കാരവൻ പോലും കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയൊക്കെ വന്ന സമയത്ത് അന്ന് ഇതിനെ കുറിച്ച് ചോദിച്ച സമയത്ത് പത്രമാധ്യമങ്ങളോട് മൂപ്പര് പറഞ്ഞത് സ്ത്രീയെ കുറിച്ച് പറയാൻ, സ്ത്രീയുടെ വസ്ത്രം മാറ്റുന്നതിനെ കുറിച്ച് പറയാൻ എന്നുള്ള ഡയലോഗൊക്കെയാണ് അയാൾ അടിച്ചിരുന്നത്. പിന്നെ ലഹരിയെ കുറിച്ച് ചോദിക്കുമ്പോഴും ഇതുപോലെ ഇയാൾക്ക് മുന്നേ ഒരു കേസും നമ്മളൊരു ഏത് സിനിമയെന്ന് ഓർമ്മയില്ല, എന്തൊരു പീഡന ശ്രമത്തിന്റെ ഉള്ള ഒരു സീന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ അതിന്റെ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടർവെയർ മാത്രം ഇട്ട് ആ ലേഡീൻ്റെ കൂടെ എന്താ പറയുക പുതപ്പിൻ്റെ അടിയിൽ വന്നുകൊണ്ട് ഭയങ്കര തീരെ അൺകംഫർട്ട് ആയിരുന്നു ആ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ട് ഇയാളെ റിലേറ്റഡ് ആയിട്ട്. പക്ഷെ അത് അത്ര എന്താ പറയുക, ഇപ്പോൾ വിൻസി കൊടുത്ത പോലെ ഒരു ക്ലിയർ കട്ടായിട്ട് ഇന്ന സംഭവങ്ങൾ സെറ്റിൽ നടന്നു, അത് ഇന്ന വ്യക്തിയാണെന്നുള്ള പേരെടുത്ത് പറഞ്ഞ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഞാനും ഇനി ഈ വീഡിയോന് മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയാം, എനിക്കും കൃത്യമായിട്ട് ഇയാളെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി 10 മാസം മുമ്പ് കിട്ടി. അത് എനിക്ക് കിട്ടിയ പോലെ തന്നെ ഇവിടുത്തെ പല എന്താ പറയുക എക്സൈസിനാണെങ്കിലും ഡാൻസ് ഓഫിനാണെന്നുണ്ടെങ്കിലും പോലീസ്, പ്രത്യേകിച്ച് പാലാരിവട്ടം സ്റ്റേഷനിലുള്ള ഇതിൻ്റെ കോമ്പിങ്ങിൽ നടക്കുന്ന ബാച്ചിലുള്ള പോലീസുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും. പല കേസുകൾ വരുന്ന സമയത്തും സിനിമ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല ആളുകളെ പൊക്കുന്ന സമയത്തും ഇതിൻ്റെ കാരിയേഴ്സിനെ പൊക്കുന്ന സമയത്തും ഇത് ഷൈൻ ടോം ചാക്കോ ആയിട്ടുള്ള ഡയറക്റ്റ് ഡീലുകളുടെ ഡീറ്റെയിൽസ് പലതും ഇവിടെ അവരുടെ കയ്യിലുണ്ട്. ഇത് പലവട്ടം പൊങ്ങി വന്ന് അതുപോലെ പെട്ടെന്ന് എവിടെയോ എന്തിന് കേരളത്തിലെ ആദ്യത്തെ സബ്സ്റ്റൻസ് കേസ് ഇയാളതാണ്. അത് പൊട്ടിപ്പോയത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതിന്റെ ഓർഡർ വന്നപ്പോൾ അത് പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുറന്നിട്ടാണ് ഇയാൾ മറ്റേ മനോരമ ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിന് ആ ഒരു ചോദ്യം ചോദിച്ചു. ഇയാൾ പ്രൊവോക്ഡ് ആയിട്ട് അവിടുന്ന് മൈക്ക് കൊടുത്തിട്ട് ഇറങ്ങി ഓടി. ലാസ്റ്റ് ആ മൈക്ക് പിറ്റേ ദിവസമാണ് കൊടുത്തു കൊടുത്തത്. അല്ല, അല്ലെങ്കിലും ഭയങ്കര തത്വം പറയുന്ന മനുഷ്യനാണ്. എന്നിട്ട് എന്തെങ്കിലും ഇതിനെ പറ്റി എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് തരാം. നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞോണ്ടിരിക്കണ? അത് കേൾക്കും, അത് പറയുമ്പോ അനക്കുള്ള സുഖവും, അത് കേൾക്കുമ്പോൾ ഈ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും സുഖമല്ലേ? ഇത് നോക്കണം, പെൺകുട്ടിക്ക് മറയുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ പെൺകുട്ടി ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും പെൺകുട്ടികൾ എന്താണെങ്കിലും തെങ്കിന്നെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത് ഏതാ അവര് പുറത്ത് പറ പറയും. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉൾപ്പില്ലാതെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. എനിക്ക് കുറച്ച് ഉൾപ്പുണ്ട്, നിങ്ങളുടെ കുറച്ച് കാണിക്കുക. ഇത് കാണിക്കണോണ്ട് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല, എനിക്കുണ്ടല്ലോ കുറച്ച് മാന്യത. നിങ്ങളിപ്പോ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കോ? ഇല്ല, ഇത് ഞാൻ കാട്ടുന്നില്ല. എന്റെ ഡയലോഗി നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇതൊക്കെ ഇപ്പൊ ഷൂട്ട് ചെയ്തു. 24 മണിക്കൂർ നിങ്ങൾ പിന്നാലെ നടക്കുന്നത് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടെങ്കിൽ VKP അതൊരു കാര്യം പറഞ്ഞു കേൾക്കത് എന്നാ പിന്നെ രണ്ടാമത് ചോദിക്കാൻ വരില്ല. അല്ല, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമ്പോ പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം, ഈ ഡ്രഗ്സ് എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട്? ഈ 30 വയസ്സായ ചെറുപ്പക്കാരാണോ ഈ സാധനം കൊണ്ടുവന്നത്? ലോകത്തിന്റെ ആദ്യം മുതലുള്ള കാലം സാധനങ്ങൾ ആണോടാ? പിന്നെ ഇതൊക്കെ എന്താ ഈ സിനിമാകാരാണോ കൊടുക്കുന്നത്? അതൊക്കെ ആണാ? അല്ലെങ്കിൽ നിങ്ങൾ വാവറൊന്നും ചോദിക്കണം അവരോട്, ഈ പറയുന്ന ആൾക്കാരോട്. മനസ്സിലായ? ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരും കൊണ്ടുവന്നല്ല, സിനിമാക്കാരും കൊണ്ടുവന്നല്ല. പിന്നെ എല്ലാത്തിനും സിനിമാക്കാരും കെട്ടി കയറണം. എന്താ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് ആ സ്ത്രീകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഇയാൾ ചെയ്യുന്നത് ഇയാൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇയാൾ നേരെ തിരിഞ്ഞിട്ട് മുണ്ട് എന്ത് ചെയ്യാണ്, വീണ്ടും പോയിട്ട് മുണ്ട് അഴിഞ്ഞപ്പോ തുറക്കുന്ന അപ്പുറത്ത് 2 സ്ത്രീകൾ ഇരിക്കുമ്പോ അവർ തലതാത്തിരിക്കേണ്ട അവസ്ഥയും. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പത്രമാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പറഞ്ഞു പഠിപ്പിക്കും. നീ ആരാണ് അത് ചോദിക്കാൻ? സ്ത്രീയ മാനത്തിനെ കുറിച്ച് നീ ആരാ പറയുന്നത്? അല്ല, പൊതുവെ ഇയാളോട് ആരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവരെ പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ അയാൾക്ക് മനസ്സിലാക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞത് അതിന്റെ എക്സാമ്പിളാണ്. ഇപ്പുറത്ത് വലിയ തത്വം പറഞ്ഞ ഇപ്പുറത്തെ ലേഡീസിന് മുന്നിൽ മുണ്ടും പൊക്കി പിടിച്ചായിരിക്കണത്. എന്നിട്ട് ഇതും പോട്ടെ, ലഹരി ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ചെറുപ്പക്കാരാണ്. ഓക്കെ, ചോദിച്ച ചോദ്യം കറക്റ്റാണ്, ഇല്ലാന്ന് പറയുന്നില്ല.
ലഹരി എത്തുന്നത് സിനിമകളിലൂടെയാണോ? പല ചോദ്യങ്ങളും ഇയാൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നമ്മളും പലപ്പോഴായിട്ട് ആവർത്തിച്ച് ചോദിക്കും. നമ്മൾ ചോദിക്കാൻ കാരണം നമ്മൾ ചോദിക്കാൻ കാരണം എന്താ? നമ്മളിത് ഉപയോഗിക്കാത്തവരാണ്. നമ്മളിത് ഉപയോഗിക്കുന്നവരെ നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഉപയോഗിക്കുന്നവര് ഉപയോഗിച്ച് നശിക്കുകയും നശിച്ചു പോട്ടെ. ഓക്കെ, അങ്ങനത്തെ ഒരു മൈൻഡിലാണ് നമ്മള്. നശിക്കുന്നവര് നശിക്കട്ടെ, പ്രത്യേക ഏജ് വരെയൊക്കെ അതൊക്കെ പറയാൻ പറ്റുള്ളൂ, ബാക്കി അവരുടെ ഇഷ്ടമാണ് എന്താ ചെയ്യണം അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള നമുക്കിത് വന്നിട്ട് ധൈര്യമായിട്ട് പറയാം. ഇപ്പൊ എനിക്ക് ചിത്തുവായിക്ക് ധൈര്യമായിട്ട് പറയാം എന്തിനത് ഉപയോഗിക്കുന്നു, ഇതിനെതിരെ നമുക്ക് സംസാരിക്കാം. ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇത് കിട്ടുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ്. ഇപ്പൊ റീസെന്റ് ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു, ഇന്നത്തെ കേസ് വന്നത് ചുമ്മാ വന്നൊരു കേസൊന്നുമല്ല, അല്ലെങ്കിൽ ചുമ്മാ ഇയാളെ ഹോട്ടലിൽ കയറി പോയതൊന്നുമല്ല. ഈ റീസെന്റ് ഈ അടുത്ത് മൂവാറ്റുപുഴയില് ഈ ലഹരി വസ്തുക്കൾ പിടിച്ചൊരു കേസിൽ പ്രതികൾക്ക് സിനിമാ മേഖലയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു 10 ഏപ്രിൽ 2025. ഈ പർട്ടിക്കുലർ കേസിന് മുമ്പാണ് ഒരു ലേഡിയെ പിടിച്ചത്. ക്രിസ്റ്റീന എന്നുള്ള സിനിമ ഫീൽഡിൽ വിളിപ്പേരുള്ള ലേഡിയെ പിടിച്ചപ്പോഴും ഇയാളുടെ പേര് അവിടെ വന്നതാണ്. രണ്ടാമത് 10 ഏപ്രിൽ 2025 ഇതേപോലെ കയ്യിൽ സാധനങ്ങൾ വെച്ച് പിടിച്ച ചെക്കന്മാരുടെ കയ്യിൽ നിന്നും ഇയാളുടെ കുറേ ലീഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇയാൾ താമസിച്ച ഹോട്ടലിലേക്ക് കയറിപ്പോയി പോലീസ് ചെന്ന സമയത്ത് ഇയാളുടെ ഇറങ്ങിയ ഓട്ടം. ഓക്കെ, അതിലേക്കൊക്കെ വരാം. അതിന് പിന്നെ വിൻസി പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തീർത്തിട്ട് പോവാം. വിൻസി കുറച്ചധികം കാര്യങ്ങളും കൂടി സംസാരിച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഒരു കാര്യം വിൻസി പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ, ഇയാളിങ്ങനെ സിനിമാ സെറ്റിൽ ഇതിൻ്റെ ഉപയോഗം എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ സംശയം തോന്നി, അത് എങ്ങനെയായിരുന്നു ആ ഇൻസിഡൻറ്റ് ഉണ്ടായതാണ്. വെൻ ഐ എം ഒരു ഷോട്ടിനിടയിൽ, ഷോട്ടിനല്ല, ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ spitting some kind of white powders onto the table. So ഭയങ്കര എവിഡൻ്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയ്സൻസ് ആയി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു നോയ്സൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ. ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും, ആ ഡയറക്ടറിൻ്റെയും ടീമിൻ്റെയും എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത്. ആൻഡ് എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. സിനിമ സെറ്റിൽ അയാൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഒരു എവിഡന്റ് ആയിട്ടുള്ള എന്താണ്? ഉപയോഗിക്കുന്നു മാത്രമല്ല മറ്റുള്ളവർക്ക് അത് ന്യൂയിസൻസ് ആവണതും. അതിനെ കുറിച്ചാണ് വിൻസി പറയുന്നത്. വിൻസിന്റെ കേസ് അവിടെയാണ്. വിൻസിയോടും അയാൾ ബാഡായിട്ട് പെരുമാറി, സിനിമ സെറ്റിലും അയാൾ ഇതിന്റെ ഉപയോഗം കാരണം സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ മൂവിയുടെ പോസ്റ്റൊക്കെ വിൻസിന്റെ പേഴ്സണൽ പ്രൊഫൈലിൽ ഈ ഇഷ്യൂസ് ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് വിൻസിൻ്റെ ഇതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂത്രവാക്യം എന്നാണ് ആ ഒരു പെർട്ടിക്കുലർ സിനിമയുടെ പേര്. ഓക്കെ, അതിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഐറണി ഈസ് ഷൈൻ ടോം ചാക്കോ തന്നെ ഇന്നലെ വിൻസി പറഞ്ഞ ഈ സെറ്റിലെ ലഹരി ഉപയോഗവും മോശം അനുഭവത്തിനെ കുറിച്ച് വിൻസി പറഞ്ഞതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. അയാൾ തന്നെ അയാൾക്ക് കിട്ടിക്കുകയാണ്. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ നീ പറ നോക്കട്ടെ, ആ സ്കീമായിരിക്കാം. ഇയാളുടെ പേരാണ് വിൻസി പറയാൻ പോണേന്നുള്ളതിന്റെ ഒരു ധാരണ ഇയാൾക്ക് വന്നിരിക്കാം. ഇന്നിപ്പോ ഇയാളുടെ ഈ ഇറങ്ങിയ ഓട്ടം ഉണ്ടല്ലോ, ഈ ഹോട്ടലിൽ നിന്നുള്ള വേദാന്ത എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഇയാൾ ഇന്നലെ ഉണ്ടായിരുന്നത്. അൻസാഫ് പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി എന്നുള്ളതാണ് വാർത്ത. കൊച്ചിയിൽ പോലീസ് പരിശോധന നടത്തിയത് ഇന്നലെ രാത്രിയാണ്. കൂടുതൽ വിവരങ്ങളുമായി റിയ ബേബി ചേർന്നുണ്ട്. റിയ, നടൻ ഇറങ്ങി ഓടി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി എറണാകുളം നഗരത്തിലെ നോർത്തിനടുത്തുള്ള ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തുമ്പോഴാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത്. ഇന്നലെ രാത്രി 10:48-50 ആ സമയത്തായിരുന്നു നോർത്തിലെ ഹോട്ടലിൽ കൊച്ചി സിറ്റി പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം എത്തിയത്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. അതിനുശേഷം ഡാൻസ് ഓഫ് സംഘം റൂമിൽ പരിശോധന നടത്തി. ലഹരിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊന്നും റൂമിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന കാര്യം കൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഈ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് എന്നത് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. ആ ഹോട്ടൽ മുറിയിലെ CCTV ദൃശ്യങ്ങൾ, അതായത് ആ സ്റ്റെയർ ഇറങ്ങി ഓടുന്നതിന്റെയും
ഹാളിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ഷൈൻ ടോം ചാക്കോനെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന എനിക്ക് മനസ്സിലായ കാര്യം വേദാന്ത എന്ന് പറയുമ്പോൾ ഇയാളുടെ റേഞ്ചിൽ ഇയാൾ സ്ഥിരമായിട്ട് പോയി നിൽക്കുന്ന ഇയാൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിന് പോകുന്ന ഒരു സ്ഥലമേ ആയിരിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഇയാൾ ഒരിക്കലും ഈ ഒരു കാറ്റഗറി ഓഫ് ഹോട്ടൽ തിരഞ്ഞെടുക്കില്ല. ഓക്കെ, ഈ ഒരു കാറ്റഗറി ഓഫ് അപ്പാർട്ട്മെന്റ് ഹോട്ടൽസ് തിരഞ്ഞെടുക്കില്ല. അല്ല, എനിക്ക് ഇയാൾ ഈ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ രാത്രി തന്നെ അയാൾക്ക് ഇൻഫർമേഷൻ കിട്ടി. മാത്രല്ല അയാള് ബാക്കിയുള്ള ആളുകളെ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. ഇത് ഇനിയിപ്പോ ഇവള് എന്നല്ല ഞാൻ തന്നെ പറഞ്ഞാലും എനിക്ക് ഇവിടെ ഒരു ചുക്കും സംഭവിക്കും. അല്ല, അതിനെയാളുണ്ടായ ആദ്യത്തെ സബ്സ്റ്റൻസ് കേസ് അങ്ങനെ മുങ്ങിപ്പോയതല്ല. അത് മുങ്ങിപ്പോകാനുള്ള കാരണമൊക്കെ ഇൻഡസ്ട്രിക്കകത്തുള്ളവർക്കൊക്കെ വളരെ വ്യക്തമാണ്. അയാളെ കൂട്ടത്തിൽ പിടിച്ച ഉണ്ടായിരുന്ന പേര് പുറത്ത് വരാത്തതായിട്ടുള്ള ഒരു ലേഡി കൂടി ഉണ്ടായിരുന്നു. അവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കാരണമാണ് അത് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതൊക്കെ. അല്ലല്ല, ആ ലേഡീന്റെ പേര് വന്നിട്ടില്ല. വന്നാ പേര് വന്നാ? പക്ഷെ കേസായപ്പോ 3 പെണ്ണുങ്ങളായി മാറി. 4ാമത്തെ പെണ്ണില്ല, 3 പെണ്ണുങ്ങളേ ഉള്ളൂ. അല്ല, ആ എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് ഇയാളെ വലിയ സംഭവമാക്കി സംസാരിക്കാൻ സപ്പോർട്ട് ആവുന്നത്. അല്ല, സിനിമാ മേഖലയിലല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത് ഈ ഒരു പെർട്ടിക്കുലർ വിൻസി പുറത്ത് വന്ന സമയത്ത് AMMA അസോസിയേഷനും സിനിമാ ചേംബറൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. സജി നന്ദിയാട്ടൊക്കെ വന്ന് പറയുന്നുണ്ട് ശക്തമായ നടപടി അവനെതിരെ എടുക്കുന്നൊക്കെ. കുറച്ചു കാലം മുമ്പാണ് നമ്മളെ ടിനി ടോം സ്വന്തം മകനെ സിനിമാ ഫീൽഡിലേക്ക് വിടാൻ പേടിയാണ് എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. പല്ല് ഇതിന്റെ ഉപയോഗം കാരണം പൊടിഞ്ഞു പോയൊരു നടൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതാരാന്ന് ആരും അന്വേഷിച്ചില്ല. മോഹൻലാലിന്റെ ഏറ്റവും വലങ്കയ്യായ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ കയ്യിൽ പോലീസ് എന്താ പറയാ എക്സൈസിന് കൊടുത്ത ലിസ്റ്റ് ഉണ്ട് കയ്യിൽ, സിനിമയിൽ ആരൊക്കെ ഇത് ഉപയോഗിക്കണു എന്നുള്ളത്. എന്നിട്ട് പോലും ആ ലിസ്റ്റ് സിനിമാക്കാരാണെന്നുള്ള പരിഗണന കൊണ്ട് പോലീസുകാരും എക്സൈസും സിനിമാ സെറ്റിൽ കയറുന്നില്ല എന്നുള്ള. അത് ഏറ്റവും രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ നടൻ വലിയ നടനൊന്നുമില്ല, ആർക്കും ഇതിനെ കൊണ്ട് ഒന്നും ബാധിക്കുന്നില്ല. ഞാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ, ഇത് തുറന്നു പറയണം ഈ വീഡിയോനകത്ത്. ഇതിപ്പോ ഒരു ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇവിടുത്തെ പേര് കേട്ട ബിഗ് 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 സ്റ്റാറുകൾ, അത് ആണും പെണ്ണും ആയിക്കോട്ടെ, ഇവരിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. കഴിഞ്ഞ ന്യൂ ഇയർ പാർട്ടി, ഈ 2025 വന്ന ന്യൂ ഇയർ പാർട്ടീൻ്റെ അന്ന് ഇങ്ങനത്തെ പ്രമുഖ താരങ്ങളുടെ ഫ്ലാറ്റിൽ നടന്നിട്ടുള്ള പാർട്ടീസിൽ കൃത്യമായിട്ട് ഇങ്ങനെ സംഗതികൾ ഉണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരം ഇവിടുത്തെ ഡാൻസ് സ്റ്റാഫിനും ഇവിടുത്തെ എക്സൈസിനും പോലീസിനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവരൊന്നും ഇറങ്ങി പിടിക്കുന്നില്ല അല്ലെങ്കിൽ എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ സ്കീം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഒരു 2 ദിവസം സെൻസേഷണൽ ന്യൂസ് ആവും, 3ാമത്തെ ദിവസം ഈ സാധനം മുങ്ങിപ്പോ. അല്ല, ഒരു പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ പോലീസോ എക്സൈസോ ഒക്കെ ഈ ഒരു കേസ് എടുത്ത് ചിലപ്പോൾ അവിടെ വരെ എത്തുന്നുണ്ടാവും. അവർക്ക് അതാണ് പ്രശ്നം. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെയൊക്കെ ഒരു ഹെൽപ്ലെസ് ആണ് അവർ. അവർക്ക് സ്വയം എന്താ പറയുക, അവർക്കൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അവർക്കൊരു ഹോപ്പില്ല. അവരിതായിട്ട് മുന്നോട്ട് പോയാലും അവരുടെ ജോലിക്ക് പ്രശ്നം പറ്റുന്നല്ലാതെ ഇതുപോലെ വെല്ലുവിളിക്കുന്ന നടന്മാരുടെ അടുത്തേക്ക് പോലും എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഇപ്പൊ ഈ വിൻസി പറഞ്ഞതിൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് 2 ദിവസം ചർച്ച നടക്കും. ഷൈൻ ടോം ചാക്കോക്കെതിരെ ഇനി ഒരു അന്വേഷണം ചിലപ്പോൾ പോവുമായിരിക്കും. എഗൈൻ അയാൾ സിനിമയിൽ അഭിനയിക്കും, അയാൾ ഇനിയും ന്യൂസുകാരുടെ മുന്നിൽ വരും, ഇനിയും ചാനൽസിന് മുന്നിൽ വരും. വിൻസിയുടെ കാര്യമാണ് അതാണ് ഏറ്റവും വലിയ ഡൗട്ട്. കാരണം വിൻസിയുടെ അവസ്ഥ ഇനി എന്തായിരിക്കും? വിൻസിക്ക് ഇനി സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കിട്ടുമോ? വിൻസി മുന്നോട്ട് പോകുന്നതോറും ഈ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. കാരണം ഇങ്ങനത്തെ തുറന്നു പറച്ചിലുകൾ ഇപ്പൊ വിൻസി തന്നെ, ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കണ്ടെന്ന് വെച്ചാൽ നടന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാണ്. അതിനെ പേടിച്ചിട്ടായിരിക്കണം വിൻസി പരാതിയിൽ അത് പറയാൻ തന്നെ കാരണം. ഇത് ഇനി പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ. കാരണം എന്താ പറയുക, ഇത് ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ വെറുതെ ഇരിക്കുന്നുണ്ടോ? എല്ലാവരും പേരും വിളിച്ചു പറയും. അതിന് ഞാനടക്കം നിങ്ങളടക്കം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പല പല പ്രമുഖരടക്കമുള്ള ടെക്നീഷ്യൻസും നടന്മാരും നടിമാരും അടക്കം എല്ലാവരും ഉണ്ടാവും അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് എവിടെയും പെടാതെ ഒതുക്കി തീർക്കാനുള്ള പരിപാടികളെ പോലീസൊന്നും അല്ലാതെ ഈ എന്താ പറയാ, നമുക്കൊരു റഫായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയുള്ള നടന്മാരുടെ പേരുകളും ഒക്കെ കേട്ട് നമ്മൾ തന്നെ പലവട്ടം ഞെട്ടിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇനിയൊരു കോണ്ടന്റ് ചെയ്യാം ഇതെങ്ങനെ പോകണു നോക്കിയിട്ട്. കാരണം എനിക്ക് കൃത്യമായി 10 മാസം മുമ്പ് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോന്റെ ഒപ്പമുള്ള പരീക്കുട്ടീനെ പിടിച്ച ടൈമിൽ എനിക്ക് കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞതിന് ഈ ഇൻഫർമേഷൻ എനിക്ക് തരാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇത് ഇവിടുത്തെ എക്സൈസിനും ഡാൻസ് സ്റ്റാഫിനും കൊടുക്കാം. ഇത് ഈ ഒരു ഇന്നലെ ഹോട്ടലിൽ രാത്രി കയറി ചെന്നത് തന്നെ, അയാൾ ഇറങ്ങി ഓടിയതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പേടിച്ചിട്ട് ഇറങ്ങി ഓടി എന്നുള്ളത് ഷൈൻ ടോം ചാക്കോ? എനിക്ക് തോന്നുന്നില്ല. കയ്യിൽ സാധനം വെച്ചിട്ട് ഇറങ്ങി ഓടിയതായിരിക്കും. അതിനെ ചാൻസ് ഉള്ളൂ. അത് എങ്ങനെ കിട്ടാൻ? സാധനം കയ്യിൽ വെച്ച് ഓടി കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇനിയിപ്പോൾ അയാൾ ഇത് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഇന്നോ നാളെയോ മറ്റന്നാളോ പിടിച്ചാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാം. അങ്ങനെയുള്ള ആളെന്താ ചെയ്യേണ്ടത്? അവിടെ നിന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് കൊടുത്ത് ഞാനിത് അടിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കുകയാണല്ലോ വേണ്ടത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അതാ പറഞ്ഞത്, ഷൈൻ ടോം ചാക്കോ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല കുറേ കാലമായിട്ട് എന്നാണെന്നുണ്ടെങ്കിൽ
ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കട്ടെ. അല്ല നമുക്ക് വളരെ ഇതായിട്ട് ഇത് കാണുന്ന ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഏത് സമയത്ത് വന്നിട്ടും ഞങ്ങളെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ ഷൈൻ ടോം ചാക്കോ പോലുള്ള പറയാനുള്ള ധൈര്യം ഉണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ അയാൾ പറയണം. അങ്ങനെ പറഞ്ഞ് അയാളത് പ്രൂവ് ചെയ്ത് അയാളെ ബ്ലഡ് ടെസ്റ്റിൽ ഇങ്ങനത്തെ സാമ്പിൾസിൽ ഇതിന്റെ ട്രേസ് ഇല്ല എന്നുള്ളതൊക്കെ മലയാളികളോട് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഓക്കെയാണ്. അല്ലാത്ത പക്ഷം ചോദ്യം ചോദിക്കുന്നവരോട് അതെന്താ പറയുക, അതെനിക്ക് തോന്നുന്നത് അതൊരു പുകമറയാണ് ശരിക്കും. ബാക്കിയുള്ള സാധനങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ഒരു പുകമറയാണ് ഈ ആടിക്കൊഴിഞ്ഞുള്ള സംസാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെ ശ്രദ്ധ അയിമയ്ക്ക് അങ്ങോട്ട് പോകുമല്ലോ. ഇതാണെങ്കിൽ കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, ഡീപ്പായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കമിട്ട് ഞാൻ മലയാളം, നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിലെ കാര്യം പറഞ്ഞാൽ പോലെ സിനിമ ഇൻഡസ്ട്രിയിൽ മലയാളം ഇൻഡസ്ട്രിയിൽ പക്ഷേ മലയാള സിനിമയിലൊക്കെ ആവും ചിലപ്പോൾ കുറവ്, എന്നാലും നമുക്കത് വലുത് തന്നെയാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന ആ വേരുകൾ പോവുക ഇവിടുത്തെ രാഷ്ട്രീയക്കാരിലേക്കും ബിസിനസ്സുകാരിലേക്കും പല പ്രമുഖ പേരുകളും. അതുകൊണ്ട് തന്നെയാണ് ഇത് എവിടെ എത്താതെ അത് ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് തല താഴ്ത്തിയിരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓക്കെ ബൈ.